ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഈ ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേടെറ്റ്, നെറ്റ്, സെറ്റ് അല്ലെങ്കിൽ PSCയുടെ പരീക്ഷകളുണ്ടല്ലോ. HSA, ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, ഇങ്ങനെ വിവിധ പരീക്ഷകൾ എഴുതുന്ന അല്ലെങ്കിൽ നെറ്റ് പോലെയോ സെറ്റ് പോലെയോ കേടെറ്റ് പോലെയോ ഒക്കെയുള്ള യോഗ്യതാ പരീക്ഷകൾ എഴുതുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ ഹിന്ദി സാഹിത്യത്തെ കുറിച്ചാണ് ഈ ക്ലാസ് മുതൽ പഠിച്ചു തുടങ്ങുന്നത്. ഹിന്ദി സാഹിത്യത്തിന്റെ ആദ്യകാലം മുതൽ ആധുനിക കാലം വരെയുള്ള എല്ലാ സാഹിത്യ മേഖലകളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കവികളും അതുപോലെ തന്നെ അവരുടെ പ്രസിദ്ധമായിട്ടുള്ള രചനകളും അവർക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകളും എല്ലാം നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യും. ഇത് മാത്രമല്ല, ഹിന്ദി വ്യാകരണം നമ്മൾ പ്രധാനമായിട്ടും കേടെറ്റ് പരീക്ഷയെ മുൻനിർത്തിയാണ് പരിശീലനം നടത്തുന്നത്. എന്നിരുന്നാലും ബാക്കി പരീക്ഷകൾ എഴുതുന്ന, യോഗ്യതാ പരീക്ഷകൾ എഴുതുന്ന, അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷകൾ എഴുതുന്ന HSA, HSST, ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, ഇങ്ങനെയുള്ള PSCയുടെ പരീക്ഷകൾ എഴുതുന്നവരായാലും അതേപോലെ കേടെറ്റ്, നെറ്റ്, സെറ്റ്, CTET ഇങ്ങനെയുള്ള യോഗ്യതാ പരീക്ഷകൾ എഴുതുന്നവരായാലും എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ തയ്യാറാക്കുന്നത്. എല്ലാവരും ക്ലാസ്സുകൾ കാണുക, പാഠഭാഗങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നമുക്കും ഈ കടമ്പകൾ കടക്കാൻ കഴിയും. എല്ലാവരുടെയും പിന്തുണയും അനുഗ്രഹവും ഉണ്ടായിരിക്കണം. എല്ലാവരും അവരുടെ അഭിപ്രായങ്ങളെ കമന്റ്സ് ആയിട്ട് എഴുതാൻ മറന്നു പോകരുത്. നമ്മുടെ ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ്സ് ആയിട്ട് എഴുതുക. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ പേര് ഹിന്ദി സാഹിത്യക്ക് ഇതിഹാസ്കാരോം കാ ഇതിഹാസ്. ഹിന്ദി സാഹിത്യത്തിന്റെ ചരിത്രകാരന്മാരെ കുറിച്ചുള്ള ചരിത്രമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ്, കാൽ വിഭാജൻ. ഹിന്ദി സാഹിത്യത്തിന്റെ ചരിത്രം, കാൽ വിഭാജൻ എന്നിവയെ കുറിച്ചാണ് ഈ ലെസണിൽ, ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹിന്ദി സാഹിത്യത്തിന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ ഈ ലെസണിൽ നമ്മൾ പഠിക്കുക ഹിന്ദി സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരെ കുറിച്ചാണ്. ഹിന്ദി സാഹിത്യ ചരിത്രകാരന്മാരെ കുറിച്ചാണ്. അതായത് ഹിന്ദി സാഹിത്യ ചരിത്രം എഴുതിയ പ്രമുഖരായ വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത്തരം ധാരാളം വ്യക്തികളുണ്ട്. അതിൽ കുറച്ചു പേരെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ് അത്യന്ത വിസ്തൃത പ്രാചീന ഹെ. വിസ്തൃത ഓർ പ്രാചീന ഹെ. ഹിന്ദി സാഹിത്യ ചരിത്രം നമുക്കറിയാം വളരെ വിസ്തൃതവും പ്രാചീനവുമായിട്ടുള്ളൊരു ഭാഷയാണ് ഹിന്ദി. ഡോക്ടർ ഹർദേവ് ബാഹരി എന്ന് പറയുന്ന ഭാഷാ വൈജ്ഞാനിക അഭിപ്രായപ്പെടുന്നത്, भाषा वैज्ञानिक डॉक्टर हरदेव बाहरी की राय में हिंदी साहित्य का इतिहास वैदिक काल से आरंभ होती है. ഹിന്ദി സാഹിത്യ ചരിത്രം ആരംഭിക്കുന്നത് വൈദിക കാലഘട്ടത്തിലാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഡോക്ടർ ഹർദേവ് ബാഹരി അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഹിന്ദി സാഹിത്യം അല്ലെങ്കിൽ ഹിന്ദി ഭാഷ ആരംഭിക്കുന്നത് വൈദിക സംസ്കൃതത്തിൽ നിന്നാണ് എന്നാണ്. വൈദിക ഭാഷ എന്ന് പറയുമ്പോൾ വേദഭാഷയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പുരാതന സംസ്കൃത ഭാഷയാണ് വൈദിക ഭാഷയായിട്ട് നമ്മൾ കണക്കാക്കുക. അപ്പോൾ ആദ്യം വൈദിക ഭാഷ, അവിടെ നിന്ന് പിന്നെ സംസ്കൃത ഭാഷ, അവിടെ നിന്ന് പ്രാകൃത ഭാഷ, അപഭ്രംശ്, അവസാനം ഹിന്ദിയിൽ എത്തിച്ചേർന്നു. മനസ്സിലായോ? അപ്പോൾ ഹിന്ദി ഭാഷ ഉത്ഭവിച്ചതും വളർന്നതും വൈദിക സംസ്കൃതത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഹിന്ദി ഭാഷയുടെ പ്രാചീന രൂപമാണ് വൈദിക സംസ്കൃതം എന്നാണ് ഡോക്ടർ ഹർദേവ് ബാഹരി അഭിപ്രായപ്പെടുന്നത്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹിന്ദിയും അതേപോലെ തന്നെ സംസ്കൃതവും തമ്മിൽ, വൈദിക സംസ്കൃതവും ഹിന്ദിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ജമീൻ ആസ്മാൻ കാ അന്തർ ഹെ. എങ്കിലും നമ്മൾ ഈ പേര് ഓർത്തിരിക്കുക. ഹർദേവ് ബാഹരി സുപ്രസിദ്ധ ഭാഷാ വൈജ്ഞാനിക്. ഉन्होंने कहा था हिंदी साहित्य का उद्भव वैदिक काल से प्रारंभ होता है. हिंदी साहित्य का उद्भव वैदिक काल से प्रारंभ होता है. ये किसने कहा? डॉक्टर हरदेव ബാഹരി. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഹിന്ദി ഭാഷ വികസിച്ചത് വൈദിക സംസ്കൃതത്തിൽ നിന്നാണ്. വൈദിക, സംസ്കൃത, പ്രാകൃത്, അപഭ്രംശ്, ഹിന്ദി, ഇങ്ങനെ ഹിന്ദി ഭാഷ ഉത്ഭവിച്ചു എന്നാണ് ഹർദേവ് ബാഹരി അഭിപ്രായപ്പെടുന്നത്. ഓക്കെ. പക്ഷേ നമ്മുടെ പൊതുവായിട്ടുള്ള അഭിപ്രായം അല്ലെങ്കിൽ എല്ലാവരും അംഗീകരിക്കുന്ന വാദഗതി ഹിന്ദി ഭാഷ കാ ഉത്ഭവ लगभग 10वीं ശതാബ്ദി में പ്രാകൃത അപഭ്രംശ से हुई होगी. ഹിന്ദി ഭാഷയുടെ ഉത്ഭവം 10ാം നൂറ്റാണ്ടിലെ പ്രാകൃത അപഭ്രംശ ഭാഷയിൽ നിന്നാണ് എന്നുള്ള വാദഗതിയാണ് എല്ലാവരും പൊതുവിൽ അംഗീകരിക്കുന്നത്.
ഓക്കെ, ഹർദേവ് ബാഹരി പറഞ്ഞത് വൈദിക കാലഘട്ടത്തിൽ തന്നെ ഹിന്ദി ഭാഷയും സാഹിത്യവും രൂപപ്പെട്ടിരുന്നു എന്നാണ്. പക്ഷെ എല്ലാവരും പൊതുവിൽ അംഗീകരിക്കുന്ന വാദഗതി 10ാം നൂറ്റാണ്ടിൽ പ്രാകൃത അപഭ്രംശ ഭാഷയിൽ നിന്ന് ഹിന്ദി ഭാഷ ഉത്ഭവിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ഇനി അപഭ്രംശ ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, 6वीं 12वीं शताब्दियों के बीच बोलचाल और साहित्य रचना के सबसे प्रमुख भाषा അപഭ്രംശ. 6ാം നൂറ്റാണ്ടിനും 12ാം നൂറ്റാണ്ടിനും ഇടയിൽ സംസാരിക്കാനും സാഹിത്യത്തിൽ ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് അപഭ്രംശ ഭാഷ, പ്രാകൃത അപഭ്രംശ ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദി ഭാഷയുടെ ഉത്ഭവത്തെക്കുറിച്ചും വികാസത്തെക്കുറിച്ചും അതിൻ്റെ ആധുനിക രൂപത്തെക്കുറിച്ചും എല്ലാം നമ്മൾ വിശദമായിട്ടൊരു ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, വിശദമായിട്ടൊരു ക്ലാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഈ ഒരു ഭാഗത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ഹർദേവ് ബാഹരിയുടെ അഭിപ്രായമാണ് വൈദിക സംസ്കൃതത്തിൽ നിന്ന് ഹിന്ദി ഉത്ഭവിച്ചു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അതായത് വൈദിക കാലഘട്ടം തൊട്ട് തന്നെ ഹിന്ദി ഭാഷ നിലനിന്നിരുന്നു എന്ന് ഡോക്ടർ ഹർദേവ് ബാഹരി അഭിപ്രായപ്പെടുന്നു. പക്ഷേ പൊതുവിൽ എല്ലാവരും അംഗീകരിക്കുന്ന വാദഗതി 10ാം നൂറ്റാണ്ടിലെ പ്രാകൃത അപഭ്രംശ ഭാഷയിൽ നിന്ന് ഹിന്ദി ഭാഷ രൂപപ്പെട്ടു എന്നുള്ളതാണ്. 6ാം നൂറ്റാണ്ടിനും 12ാം നൂറ്റാണ്ടിനും ഇടയിൽ സംസാരിക്കാനും അതേപോലെ സാഹിത്യത്തിൽ ഉപയോഗിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷയാണ് ഇത് അപഭ്രംശ ഭാഷ. ഓക്കെ, മനസ്സിലാവുമല്ലോ. ഓക്കെ, ഹിന്ദി സാഹിത്യക ഇതിഹാസ് കിസ്നെ ലിഖ? ഹിന്ദി സാഹിത്യ ചരിത്രം എഴുതിയത് ആരാണ്? ഹിന്ദി സാഹിത്യ ചരിത്രം എഴുതിയ നിരവധി ആളുകളുണ്ട്. എങ്കിലും നമുക്ക് നമ്മുടെ പരീക്ഷയെ മുൻനിർത്തി നമ്മൾ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട പുസ്തകങ്ങളും അതിൻ്റെ രചയിതാക്കളെ കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്ത് ഇവിടെ നമ്മൾ പരാമർശിക്കാൻ പോകുന്നത്. അതിലാദ്യം നമ്മൾ ഓർക്കേണ്ട പേരാണ് ഗാഴ്സ ദത്താസി. ആരാണ്? അതെ, ഗാഴ്സ ദത്താസി. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ഇസ്തവാർ ദാലാൽ ലിത്തരേത്തൂർ ഐന്ദുയി ഐന്ദുസ്ഥാനി. ഗാഴ്സ ദത്താസിയും ഇസ്തവാർ ദാലാൽ ലിത്തരേത്തൂർ ഐന്ദുയി ഐന്ദുസ്ഥാനിയുടെയും പ്രത്യേകത, ഗാഴ്സ ദത്താസി ഒരു ഫ്രഞ്ച് ഭാഷാ പണ്ഡിതനാണ്, ഫ്രഞ്ച് ഭാഷാ വിദ്വാൻ थे. उनका पुस्तक इस्तवार दाला लितरेतुर ഐന്ദുയി ഐന്ദുസ്ഥാനിയുടെ പ്രത്യേകത ഹിന്ദി സാഹിത്യ का पहले ഇതിഹാസ് है. ഹിന്ദി സാഹിത്യത്തെ കുറിച്ച് എഴുതിയ ആദ്യത്തെ ചരിത്രമാണ് ഇസ്തവാർ ദാല ലിത്തരേത്തൂർ ഐന്ദുയി ഐന്ദുസ്ഥാനി എന്ന് പറയുന്ന രചന. ഹിന്ദി സാഹിത്യത്തിലെ ആദ്യത്തെ ഇതിഹാസ്കാർ ആരാണ്? ഗാഴ്സ ദത്താസി. ഈ പുസ്തകം എഴുതപ്പെട്ടത് അതെ 1839 1849 में यह पुस्तक पब्लिश किया था. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് 1839. ഇനി ഗാഴ്സ ദത്താസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രാൻസിലാണ് അദ്ദേഹം ജനിച്ചത്. ഹിന്ദി, ഉറുദു അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി ഭാഷയിലെ ഏറ്റവും ആദ്യത്തെ ഇതിഹാസ് ഗ്രന്ഥമാണ് ഇസ്തവാർ ദാല ലിത്തരേത്തൂർ ഐന്ദുയി ഐന്ദുസ്ഥാനി. ഈ രചന എഴുതിയിരിക്കുന്നത് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഗാഴ്സ ദത്താസിയാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. ഈ രചനയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഹിന്ദി, ഉറുദു ഭാഷകളിലെ അനേകം കവികളെക്കുറിച്ചും ലേഖകന്മാരുടെ ജീവചരിത്രങ്ങളും അവരുടെ ഗ്രന്ഥവിവരണങ്ങളും ഒക്കെയാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്തവാർ ദാല ലിത്തരേത്തൂർ ഐന്ദുയി ഐന്ദുസ്ഥാനി എന്ന ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത് 1839 രണ്ടാമത് 1847 ഇതെന്ത് ചെയ്തു? പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഹിന്ദി സാഹിത്യത്തിൻ്റെ പെഹല ഇതിഹാസ്കാർ കൗൻ ഹെ? ഗാഴ്സ ദത്താസി. हिंदी साहित्य का पहला इतिहास इस्तवार दाला लितरेतुर ഐന്ദുയി ഐന്ദുസ്ഥാനി 1839 में यह रचना पब्लिश किए. അതേപോലെ നമ്മൾ ഓർക്കേണ്ട കാര്യം यह रचना फ्रेंच भाषा में लिखा हुआ है. ഗാഴ്സ ദത്താസി एक फ्रेंच भाषा विद्वान थे. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചതെന്ന് ഓർക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ഹർദേവ് ബാഹരി हिंदी साहित्य का इतिहास उन्होंने कहा था हिंदी साहित्य का इतिहास वैदिक काल से प्रारंभ होता है. ഹിന്ദി സാഹിത്യം അതിൻ്റെ വളർച്ച വൈദിക കാലഘട്ടം തൊട്ട് ആരംഭിക്കുന്നു എന്നാണ് ഹർദേവ് ബാഹരി അഭിപ്രായപ്പെടുന്നത്. പക്ഷേ 10ാം നൂറ്റാണ്ടിൽ പ്രാകൃത അപഭ്രംശത്തിൽ നിന്നാണ് ഹിന്ദി ഭാഷ വികസിച്ചത് എന്നാണ് പൊതുവിൽ അംഗീകരിക്കപ്പെടുന്ന വാദഗതി. അതേപോലെ ഹിന്ദി സാഹിത്യത്തിൻ്റെ ആദ്യത്തെ ചരിത്രകാരൻ ഗാഴ്സ ദത്താസിയാണ്. അദ്ദേഹത്തിൻ്റെ രചനയുടെ പേര് ഇസ്തവാർ ദാല ലിത്തരേത്തൂർ ഐന്ദുയി ഐന്ദുസ്ഥാനി. ഫ്രഞ്ച് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. 1839 ഈ രചന പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുമല്ലോ. അടുത്തതായിട്ട് നമ്മൾ ശിവസിംഗ് സേങ്കറിനെയാണ് പരിചയപ്പെടുന്നത്. ശിവസിംഗ് സരോജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഹിന്ദി സാഹിത്യ ചരിത്രത്തിൻ്റെ പേര്.
1883 को यह रचना प्रकाशित की. 1883 പ്രസിദ്ധീകരിച്ച ശിവസിംഗ് സരോജ് എന്ന ഹിന്ദി സാഹിത്യ ചരിത്രം എഴുതിയത് ശിവസിംഗ് സേങ്കർ ആണ്. മറക്കൂലല്ലോ, ശിവസിംഗ് സേങ്കർ. രചനയുടെ പേര് ശിവസിംഗ് സരോജ്. 1883 ഈ രചന പ്രസിദ്ധീകരിച്ചത്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. ശിവസിംഗ് സരോജ് शिवसिंह सेंगर द्वारा रचित हिंदी कविता का पहला इतिहास ग्रंथ है. शिवसिंह सेंगर എഴുതിയ ശിവസിംഗ് സരോജ് ഹിന്ദി കവിത का पहला ഇതിഹാസ് ഗ്രന്ഥ है. ഹിന്ദി കവിതയുടെ ആദ്യത്തെ ഇതിഹാസ ഗ്രന്ഥമായിട്ട് കണക്കാക്കുന്ന പുസ്തകമാണ് ശിവസിംഗ് സേങ്കർ എഴുതിയ ശിവസിംഗ് സരോജ്. 1883 പ്രസിദ്ധീകരിച്ചു. കാരണം ഇതില് लगभग 1,000 कवियों के जीवन और काव्य का अत्यंत संक्षिप्त परिचय. ഈ രചനയില് 1000-ഓളം കവികളുടെ ജീവനി, അവരുടെ ബയോഗ്രഫിയും അതേപോലെ അവരെഴുതിയ പ്രധാനപ്പെട്ട രചനകളും വളരെ സംക്ഷിപ്തമായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ശിവസിംഗ് സരോജ്. ശിവസിംഗ് സേങ്കർ എഴുതിയ ശിവസിംഗ് സരോജ് ഹിന്ദി കവിത കാ പെഹല ഇതിഹാസ് ഗ്രന്ഥ ഹെ. മറക്കരുത്, ഹിന്ദി കവിത കാ പെഹല ഇതിഹാസ് ഗ്രന്ഥ ഹെ. शिवसिंग सरोज रचयिता शिवसिंग सेंगर. ये रचना 1883 को प्रकाशित किए. ഈ രചനയിൽ 1000-ഓളം കവികളുടെ ബയോഗ്രഫിയും അവരുടെ ജീവനിയും അതേപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട കാവ്യങ്ങളെ കുറിച്ചുമാണ് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ജോർജ് ഗ്രിയേഴ്സൺ, ദ മോഡേൺ वर्नाकुलर लिटरेचर ऑफ हिंदुस्तान. 1888 को प्रकाशित किए. മോഡേൺ വെർണക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാൻ എഴുതിയത് ആരാണ്? ജോർജ് ഗ്രിയേഴ്സൺ. ജോർജ് ഗ്രിയേഴ്സൺ. പുസ്തകത്തിന്റെ പേര് മോഡേൺ വെർണക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാൻ. 1888 പ്രസിദ്ധീകരിച്ചു. ജോർജ് ഗ്രിയേഴ്സൺ ആരായിരുന്നു? അദ്ദേഹം ഇംഗ്ലീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സിവിൽ സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഒരു ബഹുഭാഷാ പണ്ഡിതനും ആധുനിക ഭാരതത്തിലെ ഭാഷകളെ കുറിച്ച് സർവേകൾ നടത്തിയിരുന്ന ഒരു ഭാഷാ വൈജ്ഞാനിക, ഒരു ഭാഷാ വിദഗ്ധനായിരുന്നു ജോർജ് ഗ്രിയേഴ്സൺ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് മോഡേൺ വർണക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാൻ. ഇനി ഈ പുസ്തകത്തിന്റെ പ്രത്യേകത हिंदी साहित्य का काल विभाजन करने का पहला प्रयास करने का श्रेय ജോർജ് ഗ്രിയേഴ്സൺ को है. ഹിന്ദി സാഹിത്യത്തെ ആദ്യമായിട്ട് കാൽ വിഭാജൻ കിയ. ഹിന്ദി സാഹിത്യത്തെ ആദ്യമായിട്ട് പല കാലഘട്ടങ്ങളായി വർഗീകരിച്ചത് ആരാണ്? ജോർജ് ഗ്രിയേഴ്സൺ ആണ്. അദ്ദേഹത്തിന്റെ മോഡേൺ വർണക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഹിന്ദി സാഹിത്യ का काल विभाजन करने का प्रयास किया, लेकिन उनके सामने बहुत सी कठिनाइयां थी. काल विभाजन के निर्वाह में पूर्णतः सफल नहीं हो सकते. ഹിന്ദി സാഹിത്യത്തിന്റെ കാലവിഭാജനത്തിൽ പൂർണ്ണമായിട്ടും വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എങ്കിലും ഹിന്ദി സാഹിത്യ ചരിത്രത്തെ काल विभाजन करने का सबसे पहला प्रयास किसने किया? जॉर्ज ग्रियर्सन ने किया. जॉर्ज ग्रियर्सन ने किया. आपकी रचना മോഡേൺ വെർണക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാൻ. ശിവസിംഗ് സേങ്കർ, അദ്ദേഹത്തിന്റെ രചനയുടെ പേര് ശിവസിംഗ് സരോജ്. ജോർജ് ഗ്രിയേഴ്സൺ, ദ മോഡേൺ വെർണക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാൻ. ഈ രചനയുടെ പ്രത്യേകത ഹിന്ദി സാഹിത്യത്തിനെ കാൽ വിഭാജൻ करने का सबसे पहला प्रयास, पहला श्रेय ജോർജ് ഗ്രിയേഴ്സൺ को है. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് മിശ്രബന്ധു വിനോദ് എന്ന പുസ്തകം എഴുതിയ മിശ്രബന്ധുവിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. മിശ്രബന്ധു എന്ന് പറയുന്നത് 3 ലേഖക ഹേ. ഗണേഷ് ബിഹാരി മിശ്ര, ശുഗദേവ് ബിഹാരി മിശ്ര തഥാ ശ്യാം ബിഹാരി മിശ്ര. ഗണേഷ് ബിഹാരി മിശ്ര, ശുഗദേവ് ബിഹാരി മിശ്ര, ശ്യാം ബിഹാരി മിശ്ര, ഇങ്ങനെ 3 ലേഖകന്മാരെയാണ് നമ്മൾ മിശ്രബന്ധു എന്ന് വിളിക്കുന്നത്. ഇവർ 4 ഭാഗങ്ങളായിട്ട് എഴുതിയ രചനയാണ് മിശ്രബന്ധു വിനോദ്. അതുപോലെ ഇത് 4 ഭാഗങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഭാഗ് 1 और 2 1913 में प्रकाशित हुए, भाग 4 1934 में प्रकाशित हुई. ഓക്കെ, മിശ്രബന്ധു വിനോദില് അവരുടെ കാലവിഭാജനെ കുറിച്ചാണ് പറയുന്നത്. ഇൻകാ കാൽ വിഭാജൻ, ആദ്യത്തെ ആരംഭിക കാൽ എന്ന 2 ഭാഗങ്ങളുണ്ട്. പൂർവ്വ ആരംഭിക കാൽ, അത് 600 മുതൽ 1343 വരെയുള്ള കാലഘട്ടമാണ്. AD 600 മുതൽ 1343 വരെയുള്ള കാലഘട്ടം.
അതേപോലെ ഉത്തർ ആരംഭിക കാൽ 1344 മുതൽ 1444 വരെയുള്ള കാലഘട്ടമാണ്. അതാണ് ആരംഭിക കാൽ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത്. രണ്ടാമത്തത് മാധ്യമിക് കാലാണ്. ഇതിനെ നമ്മൾ പൂർവ്വ മാധ്യമിക് കാലെന്നും പ്രൗഢ മാധ്യമിക് കാലെന്നും രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട് അവര്. പൂർവ്വ മാധ്യമിക് കാലെന്ന് പറയുന്നത് 1445 മുതൽ 1560 വരെയുള്ള കാലവും പ്രൗഢ മാധ്യമിക് കാലെന്ന് പറയുന്നത് 1561 മുതൽ 1580 വരെയുള്ള കാലഘട്ടവുമാണ്. അടുത്തതായിട്ട് ആലങ്കൃത് കാൽ എന്നൊരു വിഭാജനം അവർ നടത്തി. മൂന്നാമത്തെ കാലഘട്ടം ഹിന്ദി സാഹിത്യ ചരിത്രത്തിലെ മൂന്നാമത്തെ കാലഘട്ടം. അതിനവര് പൂർവ്വ അലങ്കൃത് കാൽ, ഉത്തർ അലങ്കൃത് കാൽ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചു. പൂർവ്വ അലങ്കൃത് കാൽ 1681 തൊട്ട് 1790 വരെയും ഉത്തർ അലങ്കൃത് കാൽ 1791 മുതൽ 1889 വരെയുള്ള കാലഘട്ടവുമാണ്. നാലാമത്തെ കാലഘട്ടം പരിവർത്തൻ കാലാണ്. 1800 തൊട്ട് 1925 വരെയുള്ള കാലഘട്ടം. അവസാനത്തെ കാലഘട്ടം എന്ന് പറയുന്നത് വർത്തമാൻ കാൽ, ഇന്നത്തെ സാഹിത്യത്തിന്റെ കാലഘട്ടമാണ്, ഹിന്ദി സാഹിത്യത്തിന്റെ കാലഘട്ടമാണ്. 1926 മുതൽ ഇന്ന് വരെയുള്ള സാഹിത്യത്തെയാണ് അദ്ദേഹം വർത്തമാന കാല സാഹിത്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെയാണ് മിശ്രബന്ധു വിനോദ് എന്ന് പറയുന്ന അവരുടെ രചനയിൽ 4 ഭാഗങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ച അവരുടെ രചനയിൽ ഹിന്ദി സാഹിത്യത്തിന്റെ കാലഘട്ടത്തെ വിവിധ കാലങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നത്. ആരംഭിക കാൽ, മാധ്യമിക് കാൽ, അലങ്കൃത് കാൽ, പരിവർത്തൻ കാൽ, വർത്തമാൻ കാൽ. ഓക്കെ, അവരുടെ കാൽ വിഭാജനമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ഡോക്ടർ ഹർദേവ് ബാഹരി, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അദ്ദേഹമാണ് വൈദിക കാലത്താണ് ഹിന്ദി സാഹിത്യം ഉത്ഭവിക്കുന്നത് അല്ലെങ്കിൽ വികസിക്കാൻ തുടങ്ങിയതെന്ന് അഭിപ്രായപ്പെട്ട ആളാണ് ഹർദേവ് ബാഹരി. പക്ഷെ യഥാർത്ഥത്തിൽ 10ാം നൂറ്റാണ്ടിലെ 10वीं शताब्दी में प्राकृत अपभ्रंश से हिंदी भाषा का विकास हुआ. हिंदी साहित्य का पहला इतिहास किसने लिखा? गार्से द तासी ने लिखा. फ्रेंच भाषा में आपके रचना का नाम है इस्तवार दाला लिटरेतुर आइंदुई हिंदुस्तानी, अल्ले. इनी हिंदी भाषा के सबसे पहला साहित्य इतिहास किसने लिखा? हिंदी സാഹിത്യത്തിലെ ആദ്യത്തെ ഹിന്ദി സാഹിത്യ ചരിത്രം എഴുതിയത് ശിവസിംഗ് സേങ്കർ ആണ്, മറന്നു പോകരുത്. ഹിന്ദി സാഹിത്യ का पहला हिंदी साहित्य इतिहास शिवसिंग सेंगर ने लिखा. आपकी रचना का नाम है शिवसिंग सरोज. 1883 പ്രസിദ്ധീകരിച്ചത്. ആ രചനയുടെ പ്രത്യേകത ഹിന്ദിയിലെ ആദ്യത്തെ ഹിന്ദി സാഹിത്യ ചരിത്രമാണ്. ഓക്കെ, ഹിന്ദി കവിത കാ പെഹല ഇതിഹാസ് ഗ്രന്ഥം എന്നും അതിനെ അറിയപ്പെടുന്നുണ്ട്. ഹിന്ദി കവിതയുടെ ആദ്യത്തെ ഇതിഹാസ് ഗ്രന്ഥം എന്നും ഈ രചന അറിയപ്പെടുന്നുണ്ട്. അതുപോലെ അടുത്തത് ജോർജ് ഗ്രിയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. മോഡേൺ വർണക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന രചനയിൽ അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിന്റെ കാൽ വിഭാജൻ करने का प्रयास किया, लेकिन वो विफल हुए, सफल नहीं हुई. ഇനി വേറൊരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ജോർജ് ഗ്രിയേഴ്സൺ ആണ് ഹിന്ദി സാഹിത്യത്തിലെ ഭക്തി കാലത്തെ ആദ്യമായിട്ട് സ്വർണ്ണയുഗ് എന്ന് വിശേഷിപ്പിച്ചത്. ഹിന്ദി സാഹിത്യത്തിന്റെ ഭക്തി കാലഘട്ടത്തെ ആദ്യമായിട്ട് സുവർണയുഗ് വിശേഷൻ കിസ്നെ ദിയ? ജോർജ് ഗ്രിയേഴ്സൺ തന്നെ. ഓക്കെ, ഓർത്തിരിക്കുമല്ലോ. അതേപോലെ രീതികാലിന് രീതി ശബ്ദ കാ പ്രयोग भी पहले किसने किया? ജോർജ് ഗ്രിയേഴ്സൺ ने किया था. ഭക്തികാലത്തിന് സ്വർണ്ണയുഗ് എന്ന് വിശേഷിപ്പിച്ചതും രീതികാലത്തിന് രീതി ശബ്ദ ഉപയോഗിച്ചതും ജോർജ് ഗ്രിയേഴ്സൺ ആണ് ആദ്യമായിട്ട്. അത് നമ്മൾ ജോർജ് ഗ്രിയേഴ്സനെ കുറിച്ച് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറയാത്ത 2-3 പോയിന്റുകൾ ഇപ്പൊ പറഞ്ഞു. അടുത്തത് ആചാര്യ രാമചന്ദ്ര ശുക്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, अब तक लिखे गए ഇതിഹാസ് ഗ്രന്ഥों में सबसे प्रामाणिकता രാമചന്ദ്ര ശുക്ല द्वारा रचित ഹിന്ദി സാഹിത്യ का ഇതിഹാസ് को है. ഏറ്റവും കൂടുതൽ പ്രാമാണികമായിട്ടുള്ള ഹിന്ദി സാഹിത്യ ചരിത്രമായിട്ട് കണക്കാക്കപ്പെടുന്ന രചനയാണ് ഹിന്ദി സാഹിത്യ का ഇതിഹാസ്. सबसे प्रामाणिक और व्यवस्थित इतिहास रचना हिंदी साहित्य की इतिहास आचार्य रामचंद्र शुक्ल ने लिखा था. आपकी रचना का नाम है हिंदी साहित्य का इतिहास. അദ്ദേഹത്തിന്റെ രചനയുടെ പേരെന്താണ്? ഹിന്ദി സാഹിത്യ का ഇതിഹാസ് എന്നാണ് ആചാര്യ രാമചന്ദ്ര ശുക്ല എഴുതിയ ഹിന്ദി സാഹിത്യ ചരിത്രത്തിന്റെ പേര്. ഇത് ഏറ്റവും പ്രാമാണികവും വ്യവസ്ഥിതമായിട്ടുള്ള ഹിന്ദി സാഹിത്യ ചരിത്രമാണ്. അദ്ദേഹമാണ് ഹിന്ദി സാഹിത്യത്തിന്റെ ഓരോ കാലഘട്ടത്തിനും ആദ്യമായിട്ട് പേര് കൊടുത്തത്.
ആദികാൽ അല്ലെങ്കിൽ 1050 മുതൽ 1375 വരെയുള്ള കാലഘട്ടത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് വീരഗാഥാകാൽ എന്നാണ്. എന്താണ് വിശേഷിപ്പിച്ചത്? വീരഗാഥാകാൽ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. അടുത്തത് പൂർവ മധ്യകാൽ അല്ലെങ്കിൽ 1375 തൊട്ട് 1700 വരെയുള്ള കാലഘട്ടത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഭക്തികാൽ എന്നാണ്. അടുത്തത് ഉത്തർ മധ്യകാൽ അല്ലെങ്കിൽ 1700 തൊട്ട് 1900 വരെയുള്ള കാലഘട്ടത്തിന് അദ്ദേഹം കൊടുത്ത പേരാണ് രീതികാൽ. അതേപോലെ അവസാനത്തത് ആധുനിക കാലാണ്. 1900 തൊട്ട് 1980 വരെ ഇതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇന്നുവരെയുള്ള സാഹിത്യ രചനയെ നമ്മൾ ആധുനിക കാൽ അല്ലെങ്കിൽ ഗദ്യകാലത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആചാര്യ രാമചന്ദ്ര ശുക്ല ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ് ആപ്കി രചന കാ നാം ഹേ. ആചാര്യ രാമചന്ദ്ര ശുക്ലാണ് ആദ്യമായിട്ട് ഹിന്ദി സാഹിത്യത്തിലെ വ്യത്യസ്ത കാലഘട്ടങ്ങൾക്ക് പേര് നൽകിയത്. ആദികാലിന് അദ്ദേഹം വീരഗാഥ കാലെന്നും, പൂർവ്വ മധ്യ കാലഘട്ടത്തിന് അദ്ദേഹം ഭക്തികാലമെന്നും, ഉത്തർ മധ്യ കാലഘട്ടത്തിന് അദ്ദേഹം രീതികാലെന്നും, ആധുനിക കാലഘട്ടത്തിന് അദ്ദേഹം ഗദ്യകാലെന്നുമുള്ള പേരാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഓരോ ക്ലാസ്സുകളിൽ പഠിക്കും, അടുത്ത ഓരോ ലെസണിൽ നമ്മൾ പഠിക്കും. ഹിന്ദി സാഹിത്യത്തിൻ്റെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ കവികളെക്കുറിച്ചും അവരുടെ പ്രധാനപ്പെട്ട രചനകളെക്കുറിച്ചും ഒക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ആചാര്യ രാമചന്ദ്ര ശുക്ലിനെ കുറിച്ച് മാത്രം മനസ്സിലാക്കാം. അടുത്തത് ഡോക്ടർ രാംകുമാർ വർമ്മ ഹിന്ദി സാഹിത്യ കാ ആലോചനാത്മക് ഇതിഹാസ് 1938 പ്രസിദ്ധീകരിച്ച രചനയാണ് ഹിന്ദി സാഹിത്യ കാ ആലോചനാത്മക് ഇതിഹാസ്. എഴുതിയത് ഡോക്ടർ രാംകുമാർ വർമ്മയാണ്. അദ്ദേഹത്തിന്റെ കാൽ വിഭാജനം ഇവിടെ തന്നിട്ടുണ്ട്. സന്ധികാൽ, ചാരൺ കാൽ, ഭക്തികാൽ, ആധുനിക കാൽ, ഇങ്ങനെയാണ് അദ്ദേഹം ഹിന്ദി സാഹിത്യ ചരിത്രത്തെ വർഗീകരിച്ചത്. കാലക്രമം എന്ന് പറയുന്നത് ഏറെക്കുറെ നമ്മുടെ രാമചന്ദ്ര ശുക്ലിന്റെ കാൽ വിഭാജനവുമായിട്ട് സാമ്യതയുള്ളതാണ്. സന്ധികാൽ, ചാരൺകാൽ, ഭക്തികാൽ, ആധുനികാൽ. അപ്പോൾ രാംകുമാർ വർമ്മയുടെ കാൽ വിഭാജനാണ് നമ്മൾ ഈ പറഞ്ഞത്. ഹിന്ദി സാഹിത്യ കാ ആലോചനാത്മക് ഇതിഹാസ്, അദ്ദേഹത്തിന്റെ രചനയുടെ പേര് മറന്നു പോകരുത്. രാംകുമാർ വർമ്മ എഴുതിയ ഹിന്ദി സാഹിത്യ കാ ആലോചനാത്മക് ഇതിഹാസ് 1938 പ്രസിദ്ധീകരിച്ചത്. അടുത്തത് ബാബു ശ്യാം സുന്ദർ ദാസ് എഴുതിയ കാൽ വിഭാജനാണ്. അദ്ദേഹത്തിന്റെ കാൽ വിഭാജനം വളരെ എടുത്തു പറയത്തക്കതാണ്. आदिकाल वीरगाथा का युग है, पूर्व मध्य युग भक्ति युग है, उत्तर मध्य युग रीति ग्रंथों का युग है, आधुनिक युग नवीन विकास का युग है. ഇവിടെ ബാബു ശ്യാം സുന്ദർ ദാസിന്റെ കാൽ വിഭാജന്റെ പ്രത്യേകത, അതിന്റെ പേരുകൾ ഏറെക്കുറെ ആചാര്യ രാമചന്ദ്ര ശുക്ല മുന്നോട്ട് വെച്ച കാലഘട്ടത്തിന്റെ പേരുകൾ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ കാലക്രമത്തിൽ അദ്ദേഹം മാറ്റം വരുത്തിയിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ഹിന്ദി സാഹിത്യത്തിലെ ചില പ്രധാനപ്പെട്ട ഹിന്ദി സാഹിത്യ ചരിത്ര പുസ്തകങ്ങളെ നമ്മൾ പരിചയപ്പെടുകയാണ്. 10 പുസ്തകങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം പേരുകൾ ഓർത്തു വെച്ചിരിക്കുന്നത് നല്ലതാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. രാമചന്ദ്ര ശുക്ല എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞാണ്. ആചാര്യ രാമചന്ദ്ര ശുക്ല എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ്. 1929 ഈ രചന പ്രസിദ്ധീകരിച്ചത്. അടുത്തത് ഹസാരി പ്രസാദ് ദ്വിവേദി എഴുതിയ പുസ്തകമാണ് ഹിന്ദി സാഹിത്യ കി ഭൂമിക. 1940 ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഹിന്ദി സാഹിത്യ കാ ആദികാൽ എന്ന വേറെ രചന അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 1952 പ്രസിദ്ധീകരിച്ച ഹിന്ദി സാഹിത്യ കാ ആദികാൽ. ഹിന്ദി സാഹിത്യ ഉത്ഭവ ഓർ വികാസ് 1955 പ്രസിദ്ധീകരിച്ചു. ഇങ്ങനെ ഹസാരി പ്രസാദ് ദ്വിവേദി ഹിന്ദി സാഹിത്യ ചരിത്രത്തെക്കുറിച്ച് 3 പുസ്തകങ്ങൾ എഴുതി. ഹിന്ദി സാഹിത്യ കി ഭൂമിക, ഹിന്ദി സാഹിത്യ കാ ആദികാൽ, ഹിന്ദി സാഹിത്യ ഉത്ഭവ ഓർ വികാസ്. ഈ 3 രചനകളും ഹസാരി പ്രസാദ് ദ്വിവേദിയുടെയാണ്. അടുത്തത് ഡോക്ടർ രാംകുമാർ വർമ്മയുടെ രചനയാണ് ഹിന്ദി സാഹിത്യ കാ ആലോചനാത്മക് ഇതിഹാസ്. 1938 പ്രസിദ്ധീകരിച്ച ഹിന്ദി സാഹിത്യ കാ ആലോചനാത്മക് ഇതിഹാസ് ആണ് രാംകുമാർ വർമ്മ എഴുതിയിരിക്കുന്നത്. ഡോക്ടർ ധീരേന്ദ്ര വർമ്മ എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് ഹിന്ദി സാഹിത്യ. 3 ഭാഗങ്ങളായിട്ട് എഴുതിയ ഹിന്ദി സാഹിത്യ ഡോക്ടർ ധീരേന്ദ്ര വർമ്മ. ഹിന്ദി സാഹിത്യ കാ ബൃഹത് ഇതിഹാസ് 16 ഭാഗങ്ങളായിട്ട് എഴുതി 1957 മുതൽ 1984 വരെ പ്രസിദ്ധീകരിച്ച ഹിന്ദി സാഹിത്യ കാ ബൃഹത് ഇതിഹാസ്. ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നാഗരി പ്രചാരണി സഭ വാരണാസിയാണ്. വാരണാസിയിലെ നാഗരി പ്രചാരണി സഭ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഹിന്ദി സാഹിത്യ കാ ബൃഹത് ഇതിഹാസ്. 16 ഭാഗങ്ങളായിട്ട് എഴുതിയ പുസ്തകം.
അനവധി ഭാഷാ പണ്ഡിതന്മാരും ലേഖകരും ഒക്കെ ഈ രചനയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നാഗരി പ്രചാരണി സഭ, മറന്നു പോകരുത്, വാരണാസിയിലെ നാഗരി പ്രചാരണി സഭ പ്രസിദ്ധീകരിച്ച ഹിന്ദി സാഹിത്യ ചരിത്രമാണ് ഹിന്ദി സാഹിത്യക ബൃഹത് ഇതിഹാസ്. ഓക്കെ, അടുത്തത് ഡോക്ടർ നാഗേന്ദ്രന്റെ പുസ്തകമാണ് ഹിന്ദി സാഹിത്യക ഇതിഹാസ്, ഹിന്ദി വാഗ്മയ്. ഇതെല്ലാം അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളാണ്. രാം സ്വരൂപ് ചതുർവേദി എഴുതിയ പുസ്തകമാണ് ഹിന്ദി സാഹിത്യ ഔർ സംവേദന കാ വികാസ്. ലോക് ഭാരതിയാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഓക്കെ, ബച്ചൻ സിംഗ് എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് ഹിന്ദി സാഹിത്യക ദൂസര ഇതിഹാസ്. ഓക്കെ, ഡോക്ടർ മോഹൻ അവസ്തി എഴുതിയ പുസ്തകമാണ് ഹിന്ദി സാഹിത്യക ഉദ്യതൻ ഇതിഹാസ്. ബാബു ഗുലാബ് റായ് എഴുതിയ പുസ്തകമാണ് ഹിന്ദി സാഹിത്യക സുബോധ് ഇതിഹാസ്. ഈ ഭാഗത്ത് നിന്ന് നമ്മുടെ ടെറ്റ് പരീക്ഷയ്ക്കും സെറ്റിനും അതേപോലെ തന്നെ PSC നടത്തുന്ന വിവിധ പരീക്ഷകൾക്കൊക്കെ ധാരാളം ചോദ്യങ്ങൾ പല പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഭാഗത്തെക്കുറിച്ചൊരു ക്ലാസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പാഠമാണിത്, ഒന്നാമത്തെ എപ്പിസോഡാണ്, ഒന്നാമത്തെ ലെസണാണ്. ഇതിൽ നമ്മൾ ഹിന്ദി സാഹിത്യത്തിലെ ചരിത്രകാരന്മാരെ കുറിച്ചാണ് പഠിച്ചത്. അതായത് ഹിന്ദി സാഹിത്യ ചരിത്രം എഴുതിയ പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ചാണ് പഠിച്ചത്. നമ്മുടെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസിൽ എഴുതണം. നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. അതേപോലെ തന്നെ ഇതിൽ കൂടുതൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ ഒന്നാമത്തെ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ലെസണുമായിട്ട് മറ്റൊരു പാഠഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.